എല്ലാവർക്കും നമസ്കാരം. മാവേലീസിന്റെ ഒരു ഓർഡർ ദിനമാട്ടോ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. മാവേലീസ് എന്നുള്ളത് എൻ്റെ ചെറിയ സംരംഭമാണ്. വീട്ടിലുള്ള എല്ലാവരും ഭക്ഷണപ്രിയരായതുകൊണ്ട് തന്നെ പണ്ട് മുതൽക്കേ എൻ്റെ അടുക്കള വൈവിധ്യങ്ങളുടെ ഒരു ലോകമായിരുന്നു. പാത്രത്തിലെ കള്ളികൾ നിറയുന്ന രീതിയിൽ പലതരം വിഭവങ്ങൾ ഉണ്ടാക്കുക എന്നത് എന്നും എനിക്കൊരു ഹരമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഏറെ കാലമായി മനസ്സിൽ കൊണ്ട് നടന്ന സ്വപ്നം സഫലമാക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചത്. അതിനുള്ള സമയവും സാഹചര്യവും ഒത്തുവന്നപ്പോൾ എല്ലാവരുടെയും പിന്തുണ കൊണ്ട് മാവേലീസ് പൊതിച്ചോർ എന്ന സ്വപ്നം പൂവണിഞ്ഞു. എന്താണോ വർഷങ്ങളായി ഞാൻ എൻ്റെ കുടുംബാംഗങ്ങൾക്ക് പാകം ചെയ്തു നൽകിയത്, ആ സ്വാദ്, ആ നാടൻ രുചികൾ അതേ രീതിയിൽ മറ്റുള്ളവരിലേക്കും എത്തിക്കണമെന്ന ആഗ്രഹത്തിൽ എൻ്റെ ചെറിയ അടുക്കളയിൽ ഉത്ഭവിച്ചതാണ് ഈ സംരംഭം. ഇന്ന് കുറച്ച് അധികം ഓർഡർ ഉണ്ട്. അപ്പൊ അതിനായി പതിവ് പോലെ പൊതിച്ചോറിലേക്കുള്ള തോരൻ ഇന്ന് ബീൻസും ക്യാരറ്റും ഇട്ട തോരനാണ് കേട്ടോ. കൂടെ നല്ല പുളിയുള്ള മാങ്ങ ചമ്മന്തിയും നമ്മുടെ വീട്ടിൽ തന്നെ ഇട്ട മാങ്ങ അച്ചാറും മുട്ട ഓംലേറ്റും മീൻ വറുത്തതും എല്ലാം ഉണ്ട്. പിന്നെ ഇന്ന് പതിവിലും വ്യത്യസ്തമായി ഒഴിച്ചുകറിയായിട്ട് നല്ല ചക്കക്കുരുവും മാങ്ങയുമാണ് ഉണ്ടാക്കുന്നത്. കൂടെ നല്ല തേങ്ങ അരച്ച കുടമ്പുളി ഇട്ട മീൻകറി. അങ്ങനെ കറിയെല്ലാം തയ്യാറായപ്പോൾ വാഴയില വാട്ടിക്കഴുകി വൃത്തിയാക്കി പൊതിയാനുള്ള കടലാസെല്ലാം വിരിച്ച് അതിലേക്കൊരു തൂഷൻ വെച്ച് ചൂട് ചോറും തോരനും അച്ചാറും ചമ്മന്തിയും മുട്ട ഓംലെറ്റും ഒരു മീൻ വറുത്തതും വെച്ച് മുറുക്കി കെട്ടി പൊതിഞ്ഞ് മാറ്റിവെച്ചു. പിന്നെ ഒഴിച്ചുകറികൾ അമ്മച്ചാറ് കൂടുകളിലാക്കിയപ്പോൾ പൊതിച്ചോറ് തയ്യാറായി. ഇനി ബാക്കിയും കൂടെ പൊതിഞ്ഞ് മാറ്റി വെച്ചപ്പോൾ ഇന്നത്തെ ഓർഡറുകളെല്ലാം പൂർണ്ണമായി. എന്നും പൊതിച്ചോറിന്റെ ഒരു പങ്ക് തന്നെയാട്ടോ ഞാനും ഊണിനെടുക്കുക. കറികളെല്ലാം എടുത്ത് അല്പം ചോറും കൂട്ടി കുഴച്ച് ഞാനും എടുത്ത് ഊണിനൊരുരുള. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കാണില്ലേ, എന്ന് നടക്കാനാ അഥവാ അതൊക്കെ എന്തെങ്കിലും നടക്കുമോ എന്ന് കരുതുന്ന കുറെ ആഗ്രഹങ്ങൾ. ഇത് അങ്ങനെ ഞാൻ കരുതിയിരുന്ന എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. ഒരിക്കലും നടക്കില്ല എന്ന് ഞാൻ ചിന്തിച്ചിരുന്ന എൻ്റെ ഒരു സ്വപ്നം. പക്ഷെ ഇന്ന് ഞാൻ പാകം ചെയ്ത ഭക്ഷണം മറ്റുള്ളവരിലേക്ക് എനിക്ക് എത്തിക്കാൻ സാധിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, നടക്കാത്തതായി ഈ ഭൂമിയിൽ ഒന്നുമില്ല. നടത്തിയെടുക്കാൻ സാധിക്കുമെന്ന അടിയുറച്ച ആത്മവിശ്വാസം മാത്രം മതി. വരട്ടെ.